ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം എന്നതിനെ കുറിച്ചാണ്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരങ്ങളാണെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള അനുഗ്രഹീതമായ പ്രത്യാശയാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വ്യക്തിയുടെ അനുഭവങ്ങൾ കേട്ട് ഒന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് റാണി ജസ്റ്റിൻ, ചുള്ളിക്കലിടവയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ്റെ ആവശ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവന് UK-ൽ BSc നേഴ്സിങ്ങിന് പഠനത്തിനായി പോയതായിരുന്നു. അവൻ്റെ വിസയുടെ കാലാവധി തീരുകയും ഡിസംബർ 1-ാം തീയതി 2011 ഡിസംബർ 1-ാം തീയതി തിരിച്ചു പോരുകയും ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. അവൻ എന്നോട് സങ്കടപ്പെട്ട് പറയുകയും ഞാൻ ആ നവംബർ ആദ്യത്തെ ആഴ്ച അട്ടപ്പാടിയിൽ ചെല്ലുകയും അവിടുത്തെ പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധ കുർബാനയിലേക്ക് സംബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ കാരുണ്യവാനായ ഈശോയെ, നിനക്ക് മനസ്സാവുമെങ്കിൽ ഈ 30-ാം തീയതിക്കുള്ളിൽ എൻ്റെ മോൻ്റെ വിസ അടിച്ചു വരണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരിട്ടുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് നവംബർ 30-ാം തീയതി രാത്രി 11:45 അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് 27 പിള്ളേരിൽ ഇവന് മാത്രം വിസ അടിച്ചു വന്നേക്കണമെന്ന് പറഞ്ഞു. 27 പേരിൽ ആ കുട്ടിക്ക് മാത്രം അന്ന് അങ്ങോട്ട് വിസ അടിച്ചു കൊടുത്ത്. ഈ അമ്മ ഹൃദയം നുറുങ്ങിയൊരൊറ്റ പ്രാർത്ഥനയാണ്: ഈ 30-ാം തീയതിക്കുള്ളിൽ എൻ്റെ മകന് വിസ അടിച്ചു തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ 30-ാം തീയതി അങ്ങോട്ട് അടിച്ചു കൊടുത്ത്. 12 മണി, ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 12 മണിയാവും, ദിവസം മാറും. 11:45 മണിക്ക് ആ വിസ അടിച്ചു കൊടുത്ത്. ഭയങ്കര സംഭവം. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ കുട്ടി പറയാം, അവർ 27 പേരാണ് ആ ടീം, അതിൽ ഒരാൾക്ക് മാത്രം അന്ന് രാത്രി അങ്ങോട്ട് വിസ കിട്ടി. പിറ്റേ ദിവസം 1-ാം തീയതി, അതായത് അവിടെ വിസയില്ലാതെ നിൽക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഡേറ്റിൻ്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ തീരുന്ന ആ സമയത്താണ് അടിച്ചങ്ങോട്ട് കൊടുക്കുന്നത്. ഈ അമ്മയുടെ പ്രാർത്ഥന വെറുതെ പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം തിരുലിഖിതം: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുലിഖിതം: അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ അനുഭവം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഹെലൻ വില്യം. ഞാൻ ഫോർട്ട് കൊച്ചി അമരാവതിയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ 6 വയസ്സുള്ള എനോഷിന് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അവൻ്റെ മേൽ മുഴുവൻ വെളുത്ത പാടും തലയിൽ പുറ്റുപോലെയും ഉണ്ടായിരുന്നു. 6 മാസത്തോളം ഞാൻ മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവുണ്ടായില്ല. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ സോറിയാസിസ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ സെപ്റ്റംബറിലെയും നവംബറിലെയും മാസാദ്യ അട്ടപ്പാടിയിൽ വന്ന് മാസാദ്യ വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് എൻ്റെ മോൻ്റെ അസുഖം മാറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ അവനുമായി വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോൻ്റെ തലയിലെയും ദേഹത്തെയും പാടുകളെല്ലാം മാറ്റിക്കിട്ടി. പിറ്റേ ദിവസം തന്നെ. അതിന് ഞാൻ യേശുവിനോട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിറ്റേ ദിവസം അത്ഭുതകരമായി ശരീരത്തിൽ നിന്ന് അത് വാഷ് ചെയ്യപ്പെട്ടു, അങ്ങോട്ട് കഴുകപ്പെട്ടു.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കുക, ശരീരം മുഴുവൻ വെളുത്ത പാണ്ടുകൾ, തലയിൽ പുറ്റ് പോലെ ഈ വ്രണം അടിങ്ങിയിരിക്കുക. അങ്ങനത്തെ ആ കുട്ടിയാണ് ഒരു ദിവസം ഈശോയെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആ ശരീരത്തിലെ ആ രോഗം അപ്രത്യക്ഷമായി പോയി. വർഷങ്ങളായിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുടുംബം മുഴുവനും പ്രാർത്ഥനയിലേക്ക് അണിചേരുകയാണ്. ഓരോ കോൺവെൻറ്റിലിരുന്ന് ഈശോയോട് പങ്കുചേർന്ന് ഓരോ സമൂഹത്തിൻ്റെ മേലും വലിയ അത്ഭുത കൃപ കർത്താവ് വർഷിക്കാൻ പോവുകയാണ്. ഓരോ കുട്ടിയുടെ മേലും ഓരോ യുവതിവാവിൻ്റെ മേലും ഇത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയമാണ്. ഹൃദയം തുറക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉടമയായി നീ രൂപാന്തരപ്പെടും. രോഗാവസ്ഥയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാവരും ഏറ്റുചൊല്ലി ഉറക്കെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിനെതിരായി മല്ലടിക്കുന്ന എല്ലാ അന്ധകാര പീഡകളെയും നസ്രായന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ക്ഷീണവും മടുപ്പും വിമത ചിന്തകളും മല്ലടിക്കുന്ന പ്രകൃതങ്ങളും എതിർ ചിന്തകളും ദീപിപ്പിക്കുന്ന എല്ലാ അരുവികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. കർത്താവായ യേശുവേ, ഈ കുടുംബങ്ങളിലുള്ള രോഗികളുടെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ എതിർശക്തികളെയും നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. കുട്ടികളെയും യുവതീവാക്കന്മാരെയും ശല്യം ചെയ്യുന്ന തിന്മകളെയും ക്ഷീണങ്ങളെയും രോഗങ്ങളെയും അവിശ്വാസ പീഡയെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോവുക. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ആരാധന ആരാധന. അത്ഭുതകരമായ കൃപ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോ മകനും അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ. കൃപാവര അഭിഷേകം നിറയട്ടെ. ശക്തി നിറയട്ടെ. ആന്തരിക മേഖലകൾ ഉണരട്ടെ. എല്ലാ മന്ദതയും മാറിപ്പോകട്ടെ. എല്ലാ മരിവും വിട്ടുപോകട്ടെ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. എല്ലാ കുടുംബ കലഹങ്ങളും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കർത്താവേ. രോഗിയായി കിടക്കുന്ന മകനെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. രോഗിയായി കിടക്കുന്ന ഈ മകളെ ഇപ്പോൾ അവിടുന്ന് അത്ഭുതകരമായി എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഓ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവേ, ഈ കുടുംബത്തെ അത്ഭുതം ചെയ്ത് ഇന്ന് അങ്ങയുടെ നാമത്തെ അവിടുന്ന് അനശ്വരമാക്കണമേ. യേശുവേ ആരാധന ആരാധന. ഓരോ ക്ഷീണങ്ങളും ഓരോ രോഗികളും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഓരോ രോഗങ്ങളും വിട്ടുമാറി പോകട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നല്ല വിധത്തിൽ ഈ വചനം സ്വീകരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരങ്ങളാണെന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ പ്രതീക്ഷയാണ് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം. ഞാനൊരു അമ്മച്ചിയെ കണ്ടുമുട്ടി. ആ അമ്മച്ചി 12 മക്കളെ വളർത്തിയൊരമ്മയാണ്. ഒരാൾ പഠിച്ച് ഓസ്ട്രേലിയയിലാണ്, ഒരാൾ പഠിച്ച് അമേരിക്കയിലാണ്, ഒരാൾ അങ്ങനെ അനേക രാജ്യങ്ങളിൽ മക്കൾ നല്ല സ്ഥിതിയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മ പറയുകയാണ്, ഇന്ന് അമ്മ വാർദ്ധക്യത്തിലാണ്. ഈ അമ്മ പറയുകയാണ്, ഇന്നൊരൊറ്റ ആൾ പോലും അമ്മയെ നോക്കാനില്ല. അവരെല്ലാവരും നല്ല തിരക്കുള്ളവരാണ്.
അതുകൊണ്ട് ഈ അമ്മ അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. നല്ല വീടുണ്ട്, പക്ഷേ ഹൃദയത്തിനും മനസ്സിനും ഏകാന്തത. അപ്പോൾ ഈ മക്കൾ ശരിക്കും പറഞ്ഞാൽ കുറേ നന്ദികേടൊക്കെ കാണിക്കുന്നുണ്ട്. സമ്പത്തിനെ പ്രതിയൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അമ്മയോട് കുറേ പേർക്ക് ബന്ധം വിച്ഛേദിച്ച സ്ഥിതിയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ഈ അമ്മ ഈ മക്കളെല്ലാം നന്നായി സ്നേഹിച്ചു, മുഴുവൻ സമ്പത്ത് അവർക്കൊക്കെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ അമ്മ എല്ലാം നല്ല വിധത്തിൽ മക്കളെ വളർത്തി, നല്ല വിധത്തിൽ മക്കൾക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഈ അമ്മയുടെ സ്ഥിതി കേട്ടപ്പോൾ എനിക്ക് ഒരു മനോവിഷമം ഉണ്ടായി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത കാലത്ത് ഈ അപ്പൻ നേരത്തെ മരിച്ചു, ഈ 12 മക്കളെ വളർത്തി, അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാത്തിനും ഓരോ നിലയിലാക്കി. ഈ 12 മക്കളെ വളർത്തിയിട്ട് ഇന്ന് ആരും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തിരിക്കുമ്പോൾ അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അപ്പോൾ ഈ അമ്മ പറയാണ്, എന്തിനാച്ചാ സങ്കടപ്പെടുന്നത്? സ്വർഗമുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ. ഇവിടെ നന്ദിയോ നന്ദികടോ ഞാൻ കാര്യമാക്കുന്നില്ല. ഇവിടെ മക്കളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ മക്കളെ വളർത്തിയത്. എൻ്റെ ദൈവം എൻ്റെ മക്കളെ ഏൽപ്പിച്ചു, ഞാൻ അവരെ നന്നായി നോക്കി, അവരെ നന്നായി വളർത്തി, അവർ നല്ല സ്ഥിതിയിലായി. എനിക്കുള്ളത് സ്വർഗത്തിൽ എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് അച്ഛാ. അമ്മ നല്ല സന്തോഷത്തോടെ ഇന്ന് ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വേറൊരു അമ്മയെ കണ്ടുമുട്ടി. ആ അമ്മ ഇതേപോലെ 10, 60, 80, 85 വയസ്സായി. നേരത്തെ തന്നെ ഭർത്താവ് മരിച്ചു, ആകെ ഒരു മകനേ ഉള്ളൂ. ആ മകനെ നന്നായി വളർത്തി. എന്നാൽ ആ മകൻ ഈ ഒരു പ്രത്യേക ചീത്ത കൂട്ടുകെട്ടിൽ മുഴുകി, കഞ്ചാവിന് അടിമയായി, വാറ്റുചാരായി ഉണ്ടാക്കി. അങ്ങനെ നാടിനും വീടിനും തലവേദനയായി മാറി. ഈ അമ്മ എന്ത് പറഞ്ഞാലും കേൾക്കുകയല്ല, പള്ളി പോകുകയല്ല. മാത്രമല്ല അമ്മയുടെ മുഴുവൻ കള്ള ആധാരം ഉണ്ടാക്കി എഴുതിയെടുത്ത് കുടുംബം മുഴുവൻ നശിപ്പിച്ച് ഇന്ന് ഈ അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല. വല്ലപ്പോഴും ഈ അമ്മ ആരെങ്കിലും കൊടുക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബസ് കയറി ധ്യാന കേന്ദ്രത്തിൽ വന്ന് വല്ലപ്പോഴും ഇച്ചിരി കഞ്ഞി കുടിക്കും. ഇതാണ് അമ്മയുടെ ഭക്ഷണം. പട്ടിണിയാണ്, ഒരാളോടും പറയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇത് നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന കണ്ടാൽ ആ മകൻ മൂക്കറ്റം കുടിച്ചിട്ട് ഈ അമ്മയെ മർദ്ദിക്കും. അപ്പോൾ ചില ആളുകൾ ഈ അമ്മയോട് പറഞ്ഞു, മകൻ്റെ മർദ്ദനം അതിരുവിടുമ്പോൾ അമ്മ പോലീസിൽ പോയി ഒരു പരാതി കൊടുക്ക്, ഒരു സമാധാനം ഉണ്ടാകട്ടെ. വികാരിച്ചനോ സിസ്റ്റേഴ്സിനോ ഒന്നും ഇടപെടാൻ പറ്റാത്തൊരു കേസ്, വലിയ ഏടാകൂടം പിടിച്ചൊരു കേസാണ്. അപ്പോൾ ഈ അമ്മ എന്നോട് പറയാ, ഞാൻ കേസ് കൊടുക്കുകയല്ല അച്ഛാ. ഞാൻ ചോദിച്ചു, അമ്മ സഹിച്ച് മടുത്തില്ലേ, ഒരു സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ കേസ് കൊടുക്കുക, എൻ്റെ മകനല്ലേ, അവനെ പോലീസ് വിലങ്ങ് വെച്ചുകൊണ്ട് ഞാൻ കണ്ടു നിൽക്കാൻ പറ്റുമോ അച്ഛാ? എൻ്റെ മകനല്ലേ, ദൈവം എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനസാന്തരപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ അവൻ പള്ളിയിൽ പോകും, ഇന്നല്ലെങ്കിൽ നാളെ അവൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. എൻ്റെ ഈ സഹനം വഴി അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഈ അമ്മ പറയുകയാണ്, എല്ലാം സഹിച്ച് അമ്മ മകൻ്റെ വീട്ടിൽ താമസിക്കുക. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞാൽ, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടേക്കാം, അവിടെ നന്നായി നോക്കിക്കൊള്ളും, നല്ല സമാധാനപൂർണ്ണമായ ഒരു അന്ത്യം കിട്ടും. ഈ മകൻ്റെ കൂടെ എല്ലാ രാത്രിയും കടന്ന് മർദ്ദനേറ്റ് ഇങ്ങനെ നെടുവീർപ്പേണ്ട കാര്യമില്ല. അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ താമസിച്ച് ഈ വേദനയില്ല, എൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആ മകൻ സ്വർഗത്തിൽ പോണച്ചാ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കിയേ, എത്ര സഹിച്ചാലും മടുക്കാത്തൊരമ്മ, എത്ര ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി മടുക്കാത്തൊരമ്മ, സഹിച്ചാലും മതി വരാത്തൊരമ്മ. എന്തിനാ? മകൻ സ്വർഗത്തിൽ പോകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അനുഗ്രഹീതമായ പ്രത്യാശ. കുടുംബത്തിൽ തന്നെ ചിന്തിച്ച് നോക്കുക. ആ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ എത്രയോ കഷ്ടത, എത്രയോ ബുദ്ധിമുട്ട്. 2 മനുഷ്യന്മാർ സമാധാനമായിട്ട് ഒരുമിച്ച് ജീവിക്കുക, എല്ലാം സഹിച്ചും അടക്കി ഒതുക്കിയല്ല അവൻ്റെ സമാധാനം ജീവിക്കുക. അല്ലെങ്കിൽ ഈ മക്കളെല്ലാം കൂടെ നോക്കി വളർത്തിയെടുക്കുക. വേണമെങ്കിൽ മക്കളൊന്നും ഇല്ലാതെ സുഖമായിട്ട് സുള്ളിയടിച്ച് ജീവിക്കാം. എന്നാൽ അങ്ങനെയല്ല, 8, 10 മക്കളെ പ്രസവിച്ച് അതിനെയൊക്കെ നോക്കിപ്പോറ്റി വളർത്തി കരപ്പ പിടിച്ചതിനൊക്കെ ശരിയാ. അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കഷ്ടതയുണ്ട്. ആ കഷ്ടത എടുത്ത് ഈ മക്കളെയൊക്കെ എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത്? ആ കഷ്ടത എടുത്ത് ഈ ഭാര്യയുടെ കൂടെ, ഈ ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്തുകൊണ്ടാണ്? അങ്ങനെ അടങ്ങി ഒതുങ്ങി വിശുദ്ധമായ മെനയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ അടിത്തറ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം പഠിപ്പിക്കുന്നതാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും,
എന്നെ ശുശ്രൂഷിക്കുന്നവനും ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. യേശു ക്രിസ്തു തൻ്റെ അത്ഭുതമായ ആ സ്നേഹം ഒരു വാഗ്ദാനമായി നൽകുകയാണ്. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. എന്നും ഇങ്ങനെ ഇരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാം വരവ് വരുമ്പോൾ യേശു പറയാണ്, ഞാൻ എന്നെ ശുശ്രൂഷിക്കുന്നവനെ ഞാൻ നോക്കും, എന്നിട്ട് അവനെ ഞാൻ ആദ്യം എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ എല്ലാം തെമാടികളും നല്ലവരും മോശക്കാരും ദുഷ്ടന്മാരും വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് വളരുക. ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നത് പോലെ യുഗാന്ത്യം വരെ ഇതെല്ലാം കൂടെ കൂടി ഇടകലർന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്, യുഗാന്ത്യം വരുമ്പോൾ ഞാൻ എൻ്റെ ദൂതന്മാരെ അയക്കും. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 31-ാം തിരുലിഖിതം. വലിയ കാഹളധ്വനികളോടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുമ്പം, ക്ഷമിച്ച് സഹിച്ച് ജീവിക്കുമ്പം, എഴുതപ്പെട്ട വചനം ലംഘിക്കാതെ ദൈവത്തെ ഓർത്ത് സ്വർഗത്തെ ഓർത്ത് ജീവിക്കുന്ന ഒരു മകൻ, ജീവിക്കുന്ന ഒരു മകളാണെങ്കിൽ, പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ പേരെഴുതി നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി കരുതി നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഒരു സ്വർഗം ഒരുക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ആ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ അവൻ തന്നെ ദൂതന്മാരെ അയക്കും. ഗോതമ്പ് അറപ്പുരയിലേക്ക് എടുക്കുന്നത് പോലെ കളകളെല്ലാം അടുക്കി കെട്ടി കത്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഗോതമ്പ് മാത്രം ശേഖരിച്ച് അത് അറയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവിടുന്ന് വലിയ കാഹളധ്വനികളോടെ തൻ്റെ ദൂതന്മാരെ അയച്ച് അവർ ആകാശത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് യോഗ്യരായവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 21-ാം തിരുലിഖിതം യേശു പഠിപ്പിക്കുകയാണ്, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. പ്രൈസ് ദി ലോർഡ്. ആ വചനം വീട്ടിലിരിക്കുന്നവരെല്ലാവരും നേറ്റ് പറയുക, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിന് അരികിൽ ഒരു സ്ഥാനം ഒരുക്കി തരിക മാത്രമല്ല, യേശുവിനോടൊത്ത് യേശുവിന്റെ സിംഹാസനത്തിൽ യേശു നമ്മൾ ഇരുത്തുമെന്ന് തിരുലിഖിതം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ഉം 3-ഉം തിരുലിഖിതങ്ങൾ. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ എൻ്റെ യേശുവിൻ്റെ 2-ാം വരവിൽ എൻ്റെ യേശു എന്നെ അവിടുത്തെ പോലെയാക്കി മാറ്റും. ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കി സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും എന്തെങ്കിലും 4 കാലും പറിച്ച് ചാടുന്നത് കണ്ടാൽ അതുപോലെ ചാടാൻ നിൽക്കരുത്. ആരെങ്കിലും യാതൊരു തരത്തിലും ലക്കാനുമില്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നത് കണ്ടാൽ അതുപോലെ ജീവിക്കാൻ നിൽക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും യാതൊരു നിയന്ത്രണമില്ലാതെ ജീവിതത്തെ അങ്ങനെ കെട്ടഴിഞ്ഞ് ചങ്ങാടം വിടുന്ന പോലെ, പുഴയിൽ ഒഴുകുന്ന കെട്ടഴിഞ്ഞ് ചങ്ങാടം പോകുന്നത് പോലെ ജീവിതത്തെ വിടുന്ന കണ്ടാൽ അതുപോലെ ജീവിക്കാൻ നിൽക്കരുത്. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമവും ചിട്ടയും വേണം, ഒരു പ്രത്യാശ നമുക്ക് വേണം. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം, മത്സരക്കളത്തിൽ എല്ലാവരും ഓടുന്നെങ്കിലും
സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി ഓടുവിൻ. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ, ഈ ഭൂമിയിൽ അങ്ങയുടെ നാമത്തിന് യോഗ്യമായ വിധം ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഉണർവ്, ഒരു പ്രത്യാശ, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ, യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രത്യാശ. ഈ ഭൂമിയിൽ ഞാൻ എടുക്കുന്ന ഓരോ ഭാരത്തിനും, ഓരോ കണ്ണുനീരിനും, ഓരോ വേദനയ്ക്കും സമ്മാനം നൽകുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് അനുഗ്രഹീതമായ ഒരു പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഈ നിമിഷങ്ങൾ അത്ഭുതകരമായി ഇടപെടണമേ. ഹൃദയങ്ങളിൽ നിന്ന് കളകൾ പറിക്കണമേ. ഓരോ അന്ധകാരത്തിന്റെ വേരുകൾ അറ്റുപോകട്ടെ. സാത്താൻ വിളിച്ചിരിക്കുന്ന നുണചിന്തകൾ, ലോകപ്രകാരമുള്ള ഓരോ തരത്തിലുള്ള നുണചിന്തകൾ ഹൃദയങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. മദ്യപാനങ്ങളെ ശാസിക്കുന്നു, അന്ധകാരങ്ങളെ ശാസിക്കുന്നു, തഴകദോഷങ്ങളെ ശാസിക്കുന്നു, ദുശീലങ്ങളെ ശാസിക്കുന്നു, അടഞ്ഞ ഹൃദയങ്ങളെ ശാസിക്കുന്നു. ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, കൃപയുടെ ആത്മാവ് പ്രവേശിക്കട്ടെ. വചനത്തിന്റെ അഭിഷേകം പ്രവേശിക്കട്ടെ. ജ്ഞാനത്തിന്റെ അഭിഷേകം പ്രവേശിക്കട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം പ്രവേശിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന. യേശുവേ, ആരാധന. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരങ്ങളാണെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 107-ാം സങ്കീർത്തനത്തിൽ 7 മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വചനങ്ങളിലെല്ലാം കഷ്ടതയിൽ അകപ്പെട്ട ദൈവജനം നിലവിളിച്ചപ്പോൾ അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ രക്ഷിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യേശുവിനെ നാമം ഉറക്കെ വിളിക്കണം. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും യേശുവിനെ നാമത്തിലുള്ള അത്ഭുത വിജയമുണ്ട്. എല്ലാവരും കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി യേശുവേ, യേശുവേ എന്ന് ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, എല്ലാവരും വിളിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. യേശു